ഗുഡ് മോർണിംഗ്. ഇന്നലെ GEC തൃശ്ശൂർ വെച്ച് നടന്ന സ്പോട്ടിൻ്റെ ഹൈലൈറ്റ്സ് നമുക്ക് പെട്ടെന്ന് നോക്കാം. എന്താണ് അവിടെ സംഭവിച്ചത്, അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് നമ്പേഴ്സൊക്കെ നമുക്ക് നോക്കാം. 83 പുതിയ അലോക്കേഷൻസാണ് ഇന്നലെ സംഭവിച്ചത്. ഒരു പക്ഷേ ആദ്യമായിട്ട് ചിലർ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടാവും. ഒരു പക്ഷേ താഴെ ഉള്ള റാങ്കുകാർക്ക് ഇതുവരെ 3 ഫേസിലും അലോട്ട്മെൻറ്റ് കിട്ടാത്ത കുട്ടികളുണ്ടാവും. അങ്ങനെ 83 പുതിയ അലോക്കേഷൻസാണ് ഇന്നലെ സംഭവിച്ചത്. 571 കുട്ടികൾക്ക് അവരുടെ നിലവിലുള്ള അലോക്കേഷൻസിൽ മാറ്റം വന്നു. അതായത് ഇപ്പോൾ ഒരു 5000 പേരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഏകദേശം 571 കുട്ടികൾക്കാണ് അവർക്ക് ഉദ്ദേശിച്ച മാറ്റങ്ങൾ ലഭിച്ചത്. ബാക്കി ആർക്കും കിട്ടിയിട്ടില്ല എന്ന് വേണം കരുതാൻ. ഇനി ഈ ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിലേക്കുള്ള അഡ്മിഷൻ ആയിരുന്നല്ലോ. അപ്പോൾ ബാക്കി കോളേജുകൾ ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിങ്ങിലും സെൽഫ് ഫിനാൻസിങ്ങുമുള്ള കുട്ടികൾക്ക് അലോക്കേഷൻസ് കിട്ടുമ്പോൾ ആ കോളേജുകളിൽ ഇന്നു മുതൽ കുറച്ച് വേക്കൻസീസ് വരും. ഇന്നലത്തെ സ്പോട്ട് കൊണ്ട് അങ്ങനെ ഉണ്ടായ വേക്കൻസീസിൻ്റെ എണ്ണമാണ് 160. അതിൽ 116 വേക്കൻസീസ് ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിങ് കോളേജുകളിൽ, HRD, KEIP അതുപോലെയുള്ള കോളേജുകളിൽ, 44 വേക്കൻസീസ് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസ് കോളേജുകളിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതാത് കോളേജുകൾ ചിലപ്പോൾ ഈ വരുന്ന ഓൾറെഡി മോഡൽ പോലെയുള്ള കോളേജുകളിൽ ഇന്ന് സ്പോട്ട് നടക്കുന്നുണ്ട്. മേ ബി നാളെയൊക്കെ സ്പോട്ടുകൾ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം ഈ സീറ്റുകൾ ഫില്ല് ചെയ്ത് മതിയാകൂ. AICTE എക്സ്റ്റൻഷൻ കൊടുത്തിട്ടില്ല ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്മിഷൻ്റെ. അപ്പോൾ ഇന്നും നാളെയൊക്കെ ആയിട്ട് മിക്കവാറും ഈ 160 വേക്കൻസീസ് ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരും. അതാത് കോളേജുകളാണ് നടത്തുന്നത്. അതുകൊണ്ട് അതാത് കോളേജുകളുടെ വെബ്സൈറ്റ്, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള കോളേജുകളുടെ വെബ്സൈറ്റിൽ നിങ്ങൾ പോയി നോക്കണം സ്പോട്ടിൻ്റെ ഡീറ്റെയിൽസ്. ഇനി ലാസ്റ്റ് റാങ്ക് ഒരുപാട് ആൾക്കാർ ചോദിക്കും, ഇന്നലെ സാർ എത്ര വരെ പോയി. അപ്പോൾ നമ്മൾ ഇന്നലെ GEC തൃശ്ശൂർ പബ്ലിഷ് ചെയ്ത ഫൈനൽ അലോട്ട്മെൻറ്റ് ലിസ്റ്റിനെ നോക്കിയിട്ടാണ് ഈ ലാസ്റ്റ് റാങ്ക് ഇവിടെ നമ്മൾ നോക്കുന്നത്. ഇത് ലാസ്റ്റ് റാങ്ക് ഈ ടോട്ടൽ കീം 2024 അല്ല. ചില കേസിൽ ഫേസ് 3 ലാസ്റ്റ് റാങ്കിനേക്കാളും മുകളിൽ കുട്ടി വന്ന് അതുകൊണ്ട് ലാസ്റ്റ് റാങ്കിന് മാറ്റം വരുന്നില്ല. ചില കേസുകളിൽ ലാസ്റ്റ് റാങ്ക് താഴ്ത്തിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ബ്രാഞ്ചിലെ ലാസ്റ്റ് റാങ്കുകളാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കത് നോക്കിയിട്ട് റെഫർ ചെയ്യാവുന്നതാണ്. ഒരുപാട് എക്സ്പ്ലനേഷൻ ആവശ്യമില്ലാത്തൊരു സ്ലൈഡാണ്. അതിൽ CET ട്രിവാൻഡ്രം സ്റ്റേറ്റ് മെറിറ്റ് ചെറിയ തോതിൽ താഴ്ത്തിക്ക് പോയിട്ടുണ്ട്. അതുപോലെ GEC തൃശ്ശൂർ 1020 ആയിരുന്നു തോന്നുന്നു കഴിഞ്ഞ തവണ. അത് 1070 ഒരു പൊടിക്ക് താഴ്ത്തിക്ക് പോയിട്ടുണ്ട്. അതുപോലെ മറ്റുള്ള കോളേജുകൾ നിങ്ങൾ ശ്രദ്ധിക്കാവുന്നതാണ്. NSS പാലക്കാട് അത്യാവശ്യം 4100 മറ്റോ ആയിരുന്നു ലാസ്റ്റ്. ഇപ്പോൾ 4800 ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ GEC ഇടുക്കിയിൽ 12000 ആയിരുന്നു, ഇപ്പോൾ 13600. പിന്നെ അതാത് കാറ്റഗറിയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. ഈ കൺവെർട്ടഡ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ആ സീറ്റ് വേക്കൻ്റ് ആയിട്ട് വന്നപ്പോൾ വേറെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടില്ലാത്തപ്പോൾ ആ പർട്ടിക്കുലർ കാറ്റഗറീനെ കൺവെർട്ട് ചെയ്തതായിട്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലുള്ള ലാസ്റ്റ് റാങ്ക് ഇന്നലത്തെ സ്പോട്ടാട്ടോ ഞാൻ പറയണത്. വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഇന്നലെ നടന്ന സ്പോട്ടിലെ ഈ മൊത്തം 571 + 83 അലോക്കേഷൻസിലെ ലാസ്റ്റ് റാങ്ക് എവിടം വരെ പോയി എന്ന് ആണ് ഈ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലെ ഈ സ്ക്രീൻ കാണിക്കുന്നത്. പിന്നെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് നിങ്ങൾക്ക് പോസ് ചെയ്ത് സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് റെഫർ ചെയ്യാവുന്നതാണ്. നമ്മൾ ഓരോ റാങ്കും ഓരോ ബ്രാഞ്ച് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. ഇലക്ട്രിക്കൽ CET തിരുവനന്തപുരം 926 റാങ്കുള്ള ഒരു കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. GEC തൃശ്ശൂർ 3456 കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്നലെ. അങ്ങനെ 10000 റാങ്കുള്ള കുട്ടിക്ക് NSS പാലക്കാട് ഇലക്ട്രിക്കൽ കിട്ടിയിട്ടുണ്ട്. മെക്കാനിക്കൽ 27000 വരെ സ്റ്റേറ്റ് മെറിറ്റിൽ പോയിട്ടുണ്ട്. GEC ഇടുക്കിയാണ് ലാസ്റ്റ്. തിരുവനന്തപുരം 3852, GEC തൃശ്ശൂർ 6167 വരെ. കഴിഞ്ഞ വർഷം GEC തൃശ്ശൂർ 9000 ആയിരുന്നു ലാസ്റ്റ് റാങ്ക്. ഇപ്പോൾ ലാസ്റ്റ് റാങ്ക് 6000 അവസാനിച്ചു എന്നർത്ഥം. അപ്പോൾ അതാണ് മെക്കാനിക്കൽ. പിന്നെ സിവിൽ, പിന്നെ എല്ലാ ചെറിയ സീറ്റുകൾ അവൈലബിൾ ആയിട്ടുള്ള മറ്റുള്ള ബ്രാഞ്ചുകൾ ഒറ്റ ഇതിൽ നമ്മളിത് കാണിച്ചിരിക്കുകയാണ്. അതിൽ കോളേജ് കോഴ്സ് ഇതാണ്. നമ്മുടെ ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് CETയിലെ 2713 ലാസ്റ്റ് റാങ്ക്. MAC കോതമംഗലം, മാർ അത്തനേഷ്യസ് കോളേജ് കോതമംഗലം, ഇത് ഡാറ്റ സയൻസ് ആണ്. 4765 വരെ പോയിട്ടുണ്ട്. ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് TKM കൊല്ലം 4791, അങ്ങനെ പോകുന്നു. GEC കെമിക്കൽ 5600. അങ്ങനെ ഞാൻ ഈ സ്റ്റേറ്റ് മെറിറ്റിൻ്റെ ഓർഡറിലാണ് ഇത് സോർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് മറ്റുള്ള കാറ്റഗറിയിൽ എവിടം വരെ ലാസ്റ്റ് റാങ്ക് പോയിട്ടുണ്ടെന്ന് ഇതിൽ നിന്ന് നോക്കിയാൽ മനസ്സിലാകും. ഇനി ഞാൻ പറയാൻ പോകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതുമൂലം നോൺ ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകൾ, അതായത് കോസ്റ്റ് ഷെയറിങ് അഥവാ പ്രൈവറ്റ് കോളേജുകളിൽ അല്ലെങ്കിൽ ഉണ്ടായിരിക്കുന്ന വേക്കൻസികൾ. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസിൽ
ഏകദേശം 60 വേക്കൻസീസ് ഇന്നലത്തെ സ്പോട്ട് കൊണ്ട് അതാത് കോളേജുകളിൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇത് അതാത് കോളേജുകളാണ് സ്പോട്ട് നടത്തുക. ഇന്ന് നാളെയും മറ്റന്നൊക്കെ ആയിട്ട് പെട്ടെന്ന് നടത്തിയവർക്ക് സെപ്റ്റംബർ 15-ാം തീയതിക്ക് മുൻപായിട്ട് തന്നെ ക്ലോസ് ചെയ്യേണ്ടതുണ്ട്. പ്രധാനപ്പെട്ട കോളേജുകൾക്ക് ഇതിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. കണ്ടോ, മുത്തൂറ്റിൽ MU കാറ്റഗറിയിൽ ഒരു സീറ്റുണ്ട്. മോഡലിൽ സ്റ്റേറ്റ് മെറിറ്റിൽ 2 സീറ്റാണ് ഇന്നലെ വേക്കൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല കോളേജ്. ചെങ്ങന്നൂർ സ്റ്റേറ്റ് മെറിറ്റിൽ 4 വേക്കൻസി ഇന്നലെ വന്നിട്ടുണ്ട്. SCT പാപ്പനംകോട് 2, അടൂർ 2, ഫിസാറ്റിൽ 2 വന്നിട്ടുണ്ട്. നല്ല പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. അങ്ങനെ ഇതിൽ നോക്കി നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏകദേശം. ഞാൻ പെട്ടെന്ന് 2-3 അറിയുന്ന പേരുകൾ പെട്ടെന്ന് എടുത്ത് പറഞ്ഞെന്ന് മാത്രം. അതുപോലെ തന്നെ മറ്റുള്ള ബ്രാഞ്ചുകളെല്ലാം കൂടെ ഞാൻ ഇതിൽ വെച്ചിരിക്കുകയാണ്. കാരണം ചെറിയ സീറ്റുകളാണ് ഇതിനകത്തുള്ളത്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇത് ബ്രാഞ്ച്, ഇത് കോളേജുകളുടെ കോഡാണ്. ഇലക്ട്രിക്കൽ ഇത് കോളേജുകളുടെ കോഡാണ്. സിവിൽ കോളേജുകളുടെ കോഡ് കാണിക്കാം. മെക്കാനിക്കൽ പിന്നെ അതേഴ്സ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡിസൈൻ, അതുപോലത്തെ കെമിക്കൽ, CL, ഇതൊക്കെ നിങ്ങൾക്ക് കോഡുകൾ ഈ സമയം കൊണ്ടൊക്കെ നിങ്ങൾക്ക് അറിയാം. അത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോസ്പെക്ടസ് നോക്കി റെഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് മൊത്തത്തിലുള്ള വേക്കൻസി. അപ്പോൾ ഈ അതർ ബ്രാഞ്ചസും കമ്പ്യൂട്ടർ സയൻസും എല്ലാം കൂടിയിട്ടാണ് ഞാൻ പറഞ്ഞത് 160 വേക്കൻസീസ് ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിങ്ങിലും സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആ കോളേജുകളിലെ വെബ്സൈറ്റിൽ നോക്കി നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകളിൽ സീറ്റ് ലഭ്യമാകുന്നു തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.